എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും ആയിരിക്കുന്നുവല്ലോ അല്ലേ? യാക്കോബ് 5:13 ഇപ്രകാരം, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടതകളില്ലാതെ ജീവിതം നയിച്ച ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടിരിക്കുന്ന ആരെയെങ്കിലും കഷ്ടതയില്ലാത്തവരായി നിങ്ങൾക്കറിയാമോ? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും കാലം കഷ്ടതയും പ്രതികൂലവും ഇല്ലാത്ത ഒരു കാലവും കാണത്തില്ല. എല്ലാവർക്കും അവനവൻ്റെതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഈ കഷ്ടവും പ്രതികൂലവും നമ്മെ തളർത്തുകയല്ല, നമ്മെ ഏറ്റവും കരുത്തുള്ളവരാക്കി തീർക്കുവാനാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവീയ ശബ്ദം കേൾക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ കഷ്ടത നമ്മെ സഹായിക്കുക. കഷ്ടതകൾ നമ്മെ പല നിലകളിൽ സഹായിക്കുന്നുണ്ട്. കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ നമ്മുടെ കഷ്ടത നമ്മെ സഹായിക്കുന്നു. കഷ്ടതയിൽ നമ്മുടെ സ്വഭാവം രൂപീകൃതമാകുന്നു. സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ എന്നിവ ലഭിക്കുന്നത് കഷ്ടതയിലൂടെയാണ്. എന്നെ ഞാനാക്കിയത് എന്റെ കഷ്ടതയാണ്. കഷ്ടതയിൽ നമുക്ക് പ്രശംസിക്കാം. ആമേൻ.